ഹലോ. ക്രിമിനൽ ജസ്റ്റിസിൻ്റെ സീസൺ 2 ദേ ഇപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞുള്ളൂ. അപ്പോൾ അതിലൊരു കാര്യം ഞാൻ നിങ്ങളുമായി സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതിലെന്നെ അലട്ടുന്ന ഒരു കാര്യം നിങ്ങളുമായി സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഭാര്യയും ഭർത്താവും സമൂഹത്തിൽ നല്ല വക്കീലാണ് ഭർത്താവ്, കുഴപ്പമൊന്നുമില്ലാത്തൊരു ഫാമിലി, നല്ല അടിപൊളി കപ്പിളാണെന്നൊക്കെ പൊതുബോധത്തിൽ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ആളുകൾ. അതിലെ ഭർത്താവിനെ ഭാര്യ കുത്തുകയാണ്. സീസൺ കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് കുത്തിയതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ ഇതിൽ വക്കീലും പോലീസുകാർക്കും ഒക്കെ ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലാതെ ഒരാളെ കുത്തില്ലല്ലോ. പക്ഷേ ഭാര്യ ഒരു ഘട്ടത്തിലും ഇയാൾക്ക് എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് ഇയാളെ കുത്തിയെന്ന് പറയാൻ സമ്മതിക്കുന്നില്ല, ഒന്നും തുറന്നു പറയുന്നില്ല. ലാസ്റ്റ് ഇതിൽ കുട്ടി ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞല്ലോ. കുട്ടിയുടെയൊക്കെ ഒരു കോടതി ഡ്രാമയുടെയൊക്കെ ഭാഗമായിട്ട് എന്താ കാരണം എന്നുള്ളത് പുറത്തേക്ക് വരും. അത് പറയാണ് റേപ്പാണ്, എന്ന് വെച്ചാൽ മാരിറ്റൽ റേപ്പാണ്. കല്യാണത്തിന് ശേഷം ലൈംഗികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീയെ. പക്ഷേ ഒരു തരത്തിലും അവർ പുറത്ത് പറയാൻ തയ്യാറല്ല. ഭർത്താവ് അത് തന്നെയാണ്, എന്ന് വെച്ചാൽ ഇവർ പുറത്ത് പറയില്ലല്ലോ. അതുകൊണ്ട് ഇവരെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത്, കാരണം പൊതുബോധത്തിൽ ഭയങ്കര അന്തസ്സൊക്കെ ഉള്ള വീട്ടിലത്തെ ആളാണ് ഈ സ്ത്രീ ആണെങ്കിൽ അത്ര പൈസ ഇല്ലാത്ത വീട്ടിൽ നിന്നൊക്കെ കോളേജിലെ പ്രണയത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവരൊരു തരത്തിലും പുറത്ത് പറയില്ല എന്നുള്ള ഉറപ്പിൻ്റെ മുകളിലാണ് ഇത് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിൽ വേറെ തന്നെ വക്കീലുണ്ട്. വക്കീലിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ഒരു സീസണിലൊരു ഗ്യാപ്പിൽ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് 7-8 മാസമായി, പക്ഷേ ഇവിടെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ തമ്മിൽ അത്ര കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. പക്ഷേ ഞാനതെൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വീട്ടിൽ നിന്ന് ഇപ്പോൾ കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ സഹിക്കണം. അതിൻ്റെ അത് ഒന്ന് മിഡിൽ ക്ലാസ്സിൽ സംഭവിക്കുന്നതാണ്, ഒന്ന് അപ്പർ ക്ലാസ്സിൽ, അവരുടെ ഇത് ഹിന്ദി സീരിയസ് ആണ്, അപ്പർ ക്ലാസ്സിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ എല്ലാത്തിൻ്റെയും പ്ലോട്ട് സെയിം ആണ്. നമ്മുടെ അടുത്ത് പറയുന്നതും പഠിപ്പിക്കുന്നതൊക്കെ സഹിക്കാം. സ്ത്രീ എന്ന് പറയുന്നത് സർവം സഹിക്കാനുള്ള ഒരാളാണ്. നമുക്ക് മനസ്സിലാവും, നമുക്ക് സീസണിൻ്റെ എല്ലാ ഘട്ടത്തിലും ഇവരെന്തിനാണ് കൊന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവരൊരു തരത്തിലും സമ്മതിക്കാൻ, നമ്മുടെ ഈ നാണക്കേട്, സ്ത്രീകളുടെ നാണക്കേടുണ്ടല്ലോ, പുറത്തിറങ്ങ എന്തായിരിക്കും, ആ സാധനത്തിനെയാണ് ഇവരിങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ആ സീരീസ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ശേഷമുള്ള റേപ്പ് കുറ്റകരമല്ലായിരുന്നു എന്ന് തോന്നുന്നു. അതിലിങ്ങനെ എതിർഭാഗം വക്കീൽ ഇങ്ങനെ പറയുന്നുണ്ട്, കല്യാണത്തിന് ശേഷമുള്ള റേപ്പ് കുറ്റമൊന്നുമല്ലല്ലോ, പക്ഷേ ഈ ജഡ്ജ് സമ്മതിക്കില്ല അതൊന്നും എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിനുള്ള ശേഷമുള്ള റേപ്പ് കുറ്റകരമാണെന്നുള്ളത്. എത്ര സ്ത്രീകളുണ്ടായിരിക്കും അല്ലേ, അവരുടെ ഇഷ്ടത്തിന് വഴങ്ങി അവർ പറയുന്ന പോലെ അടിമകളെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട, ഒന്നും മിണ്ടാതെ ജീവിക്കുന്ന എത്രയധികം സ്ത്രീകളുണ്ടായിരിക്കും. ഇതിൽ ആ കുട്ടി എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി ഉറക്കം വരാത്ത സമയത്ത് അച്ഛൻ്റെ അമ്മയും റൂമിൻ്റെ അവിടുത്തെ സ്റ്റെയറിൽ പോയിരിക്കും. അപ്പോൾ എന്താ കേൾക്കുന്നത് പറഞ്ഞാൽ പട്ടിയെ പോലെ ഇരിക്കും എന്നിങ്ങനെ പറയുന്നത് കേൾക്കാം എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. ഈ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. നമുക്ക് ഇപ്പം നമ്മുടെ പഠിപ്പിക്കാനൊക്കെ പോകുന്ന ചില അധ്യാപകർ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, ഇങ്ങനെ കുട്ടികൾ എന്താണെന്നറിയാത്ത പല കാര്യങ്ങളും ഇവർ കാണും. എന്നിട്ട് കുട്ടികൾക്കറിയില്ല എന്താ നടക്കണതൊന്നും അറിയില്ല. എന്നിട്ട് ഇവർ കൂട്ടുകാരായിട്ടൊക്കെ വന്ന് സംസാരിക്കും. അപ്പോൾ അങ്ങനെ പാരൻറ്റിങ്ങിലും പ്രശ്നമാണ്. എന്നുവെച്ചാൽ ഇവരുടെ ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഇത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കുട്ടികൾ ഇത് ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കരമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ആളുകൾ ഇത് പുറത്ത് പറയാൻ മടിക്കില്ല. ഭർത്താവ് എന്ന് പറയുന്നത് എന്തോ വലിയ പുണ്യാത്മാക്കളാണെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, സ്ത്രീകൾ നമ്മുടെ ഇടയിൽ. അത് ക്ലാസ്സോ അത് പൈസയോ എന്ന് വെച്ചാൽ അതൊന്നും അതിനൊന്നും ബാധകമല്ല. ഇത് ഇങ്ങനെ തന്നെ തെറ്റിദ്ധരിച്ച് എല്ലാ അടിമത്വവും എല്ലാതും ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു പറ്റ ആളുകളുണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഈ സീരീസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അവർ ഭയങ്കര ഡിപ്രഷനിലാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇവർ ഗർഭിണിയാണ് കേട്ടോ ഇതുണ്ടാകുന്ന സമയത്ത്. അപ്പോൾ ഇവരിതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഭർത്താവിനെ വിട്ടുകൊടുക്കാൻ, ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് വന്നല്ല കേട്ടോ, ഈ സൊസൈറ്റീനൊക്കെ പേടിച്ച് അത് പറയാൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. ഇവരുടെ സീസണൊക്കെ നല്ലതാണ്. ഞാനാകെ ഒരു സീസൺ, ലാസ്റ്റ് സീസൺ 4th സീസൺ കണ്ടിട്ടുണ്ട്. പിന്നെ 2nd സീസണാണ് കാണുന്നത്. നല്ല സീസണുകളാണ്. ഇനി 1st ഉം 3rd കാണണം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക.